ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി അതുപോലെ മൊബൈൽ ഡാറ്റയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ തീർന്നു പോകാൻ കാരണമായ ഒരു സെറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. കുറേ അധികം പേർ ഈ ഒരു സെറ്റിംഗ് ഒന്നും അധികം ശ്രദ്ധിച്ച് കാണില്ല. എന്നാൽ ഈ ഒരു സെറ്റിംഗ് എല്ലാം ഇത് കറക്റ്റായി സെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഒരുപാട് ഡാറ്റയും അതുപോലെ നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി എല്ലാം പെട്ടെന്ന് തീർന്നു പോകും. അപ്പോൾ ഇത് എന്താണ് എന്ന് നോക്കാം. ഇതിനായി നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മൊബൈലിലെ സെറ്റിങ്സ് എന്നതിൽ പോവുക. ഇനി നിങ്ങൾക്ക് ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ എന്ന് വന്നിരിക്കുന്നത് കാണാം. ഈ ഒരു ഗൂഗിൾ എന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഓൾ സർവീസസ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോഴാണ് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. സെർച്ച്, അസിസ്റ്റ് ആൻഡ് വോയിസ് എന്നാണ് വന്നിരിക്കുന്നത്. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യാം. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴാണ് ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയ സെറ്റിംഗ് എല്ലാം നമ്മൾ കാണാൻ സാധിക്കുക. അതായത് അതർ സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ നിന്നും ഏറ്റവും എൻഡിലായി അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തിലായി ഓട്ടോ പ്ലേ വീഡിയോ പ്രിവ്യൂസ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ഓൺ വൈഫൈ ആൻഡ് മൊബൈൽ ഡാറ്റ എന്നതാണ് ഇവിടെ കിടക്കുന്നത് എങ്കിൽ ഇത് നമ്മൾ വൈഫൈ അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ എല്ലാം യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വീഡിയോ പ്രിവ്യൂസ് എല്ലാം തന്നെ പലപ്പോഴും നമ്മൾ പലവിധ കാര്യങ്ങളും ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമില്ലാതെ തന്നെ കുറേ അധികം വീഡിയോയുടെ പ്രിവ്യൂ എല്ലാം തന്നെ അപ്പോൾ തന്നെ പ്ലേ ആയി തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ഓപ്ഷനിലാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഓൺലി ഓൺ വൈഫൈ എന്ന ഓപ്ഷൻ ആണെങ്കിൽ കൂടി ഇത് നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. കാരണം ഓട്ടോമാറ്റിക്കായി നമുക്ക് ഇതുപോലെ പ്ലേ ആവുകയാണെങ്കിൽ ഇത് നമ്മുടെ ഡാറ്റയും ബാറ്ററിയും എല്ലാം നശിപ്പിക്കുന്ന കാര്യമാണ്. അതിനാൽ തന്നെ നമുക്ക് ഇവിടെ നെവർ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഓട്ടോമാറ്റിക്കായി ഈ ഒരു പ്രിവ്യൂ വീഡിയോസ് ഒന്നും തന്നെ പ്ലേ ആകില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് ജസ്റ്റ് പ്ലേ എന്ന് കൊടുത്ത് നമുക്കത് കാണാനും സാധിക്കും. അപ്പോൾ ഈ ഒരു സെറ്റിംഗ് ഇപ്പോൾ തന്നെ നിങ്ങൾ ചേഞ്ച് ചെയ്യുക.